ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ ജനവാസ മേഖലകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എങ്കിലും ജാഗ്രത വേണമെന്ന് തന്നെയാണ്. പക്ഷേ ഈ മേഖലകളിലടക്കം നമ്മൾ കണ്ടു അല്പസമയം മുമ്പ് അവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ അവസ്ഥ, വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും പരിഭ്രാന്തിയുണ്ട്, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കാരണം ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ അളവ് കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? സുരേഷ്, മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു. ഒരുപക്ഷെ നമ്മൾ അവിടേക്ക് നേരത്തെ ആ വീടുകളിലെ ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴിവിടെയുള്ളത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, വെള്ളത്തിൻ്റെ അളവ് കൂടി വരികയാണ്. നമുക്കിവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് വെള്ളത്തിൻ്റെ അളവ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും വെള്ളത്തിൻ്റെ അളവ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം ആ മേഖലയിലേക്ക് നൂറുകണക്കിന് വീടുകൾ, ആ വീടുകളിലൊക്കെ ഇപ്പോഴും താമസക്കാരുണ്ട്. അവരവിടെ കുടുങ്ങിയ ഒരു സാഹചര്യമാണ്. കാരണം ഇവിടേക്ക് മറ്റ് മാർഗ്ഗങ്ങളിലൂടെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ചില വീടുകളിലേക്കൊന്നും എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല. ആ രീതിയിലുള്ള വളരെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവരെ ഇവിടേക്ക് എത്തിക്കാനുള്ള, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആശങ്ക തന്നെ ഇവിടെ രൂപപ്പെടുന്നു. മാത്രമല്ല, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലാണ്, അതായത് ജനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ഒരു റോഡിലാണ് നിൽക്കുന്നത്. ആ റോഡാണ് ഈ കുത്തിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും വിഴുകപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ആ രീതിയിലുള്ള ആശങ്ക. മാത്രമല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. മൂഴിയാർ തുറന്ന ഒരു സാഹചര്യത്തിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ്. ഇതിനൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള മഴ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നേരത്തെ അവർ നമ്മളോട് പങ്കുവച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രിയിൽ വീണ്ടും മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും വെള്ളത്തിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ, അതായത് 2 ദിവസമായി അവർ ഉറങ്ങിയിട്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് എത്രത്തോളം വർദ്ധിക്കുമെന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, 2018 വലിയൊരു പ്രളയം അഭിമുഖീകരിച്ചവരാണ്, നേരിട്ടവരാണ് ഈ പാണ്ടനാട്ടുകാർ, ചെങ്ങന്നൂരുകാർ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ രാത്രിയിൽ വീണ്ടും വെള്ളം ഉയരുകയാണെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് അവർക്ക് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോവുകയാണ്. ഏതായാലും വലിയൊരു ആശങ്ക തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരികയാണ്. അതെ, ഞാൻ എന്നാൽ ഇന്ന് എവിടെയെങ്കിലും വീടുകളിൽ എവിടെയെങ്കിലും നമ്മുടെ തിരുവല്ലയിൽ ഒരു വീടുണ്ട്, തിരുവനന്തപുരത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതൊന്നും പറ്റാതെ പോയി. എന്താണെന്ന് വെച്ചാൽ കാറുകളെല്ലാം ഇവിടുന്ന് അവർ സുരക്ഷിതമായ സ്ഥലത്തൊക്കെ എങ്ങാണ്ടൊക്കെ കൊണ്ടിട്ടു, പുലിയൂരും എങ്ങാണ്ടൊക്കെ കൊണ്ടിട്ടു. അത് കഴിയുമ്പോൾ വണ്ടി ഇറങ്ങാൻ വയ്യാതായി, നമുക്കും പോകാൻ വയ്യാതായി. ഇങ്ങനെ ഇവിടെ പെട്ട് കിടക്കുക. ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കുക. ഇപ്പോൾ വർഷം തോറും എല്ലാ കൊല്ലം ഇതിപ്പോൾ ഇങ്ങനെ നടക്കുകയല്ലേ. ഇതൊരു വലിയ ദുരിതമായത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ബണ്ട് കെട്ടുക. അവിടെ ഇടയ്ക്കൊക്കെ ബണ്ടുണ്ടായിരുന്നതാണ് പണ്ട് മുതലേ. ആ ബണ്ടൊക്കെ ചില സ്വകാര്യ വ്യക്തികളൊക്കെ അത് പൊട്ടിച്ചിട്ട് അത് അവർക്ക് പുരയിടമാക്കി അവിടുത്തെ മണ്ണും എടുത്ത് അവർ കൈകാര്യം ചെയ്തു. ഇപ്പം ആ വഴിക്കാണ് ഈ വെള്ളം വരുന്നതില്ല. അങ്ങനെ ഇത് തുടങ്ങിയത്. പിന്നിപ്പം ഡാമും എല്ലാം തുറന്നു വിട്ടപ്പോൾ അത് ഒന്നുകൂടെ ഫ്രീ ആയി അവർക്ക്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലകളിൽ നിലനിൽക്കുന്നത്. ഒരു പ്രദേശം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യം, റോഡുകളെല്ലാം നദികൾക്ക് സമാനമായി മാറി ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മണിക്കൂറിലും വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇനിയും വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അത് കൂടുതൽ വീടുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ വീടുകൾ ദുരിതത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എത്രയും വേഗം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതായാലും കാര്യമായ സഹായം ലഭിക്കുന്നില്ല എന്ന പരാതി ഇവിടെ നേരത്തെ തന്നെ പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു. സേവാഭാരതിയാണ് ഏതായാലും ഇവിടെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയവരെ കണ്ടെത്തി അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഗൗതം, ഏതായാലും സേവാഭാരതിയുടെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടതാണ് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത് സേവാഭാരതി കഴിഞ്ഞ 2 ദിവസമായി വിശ്രമമില്ലാതെ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനത്തെക്കുറിച്ചാണ്, അല്ലേ?
അത് തന്നെ രാജീവ്, അതായത് സേവാഭാരതി നമ്മൾ 2018 അതിന് മുൻപുമൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള മുൻപ് സുനാമിയുടെ കാലഘട്ടത്തിൽ അന്നെല്ലാം നമ്മൾ സേവാഭാരതി ഈ നാടിന് നൽകുന്ന താങ്ങും തണലും എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തും ആളുകൾ ഇപ്പോഴും വീടിൻ്റെ ഇരുവശങ്ങളിലായി നിൽക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, വലിയ ഒഴുക്കാണ്. അതായത് നമുക്ക് ഈ റോഡിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ കാലുകൾ ഉറപ്പിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വലിയ ഭീമമായ ഒഴുക്ക് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഞങ്ങൾ ഉള്ളിലുള്ള പല വീടുകളിലേക്കും നടന്നു പോയത് ഈ വഴിയിലൂടെ തന്നെയാണ്. ആ സമയത്ത് ഇവിടെ ഇത്രത്തോളം വലിയ ഒഴുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിശക്തമായ ഒഴുക്ക് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വെള്ളത്തിൻ്റെ വരവ്, ഇവിടേക്കുള്ള കടന്നുവരവ് ക്രമാതീതമായി ഉയരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതിശക്തമായ ഒഴുക്ക് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഈ റോഡിൽ തന്നെ മുട്ടിന് മുകളിലേക്ക്, നേരത്തെ നമ്മൾ ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ മുട്ടിന് മുകളിലേക്ക് വെള്ളം എത്തുന്നു. ഈ രണ്ട് കാലുകൾ ഉറപ്പിച്ച് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. അതിനാൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സേവാഭാരതിയുടെയും സംഘത്തിൻ്റെയും ഒക്കെ വോളണ്ടിയർമാർ ഈ രണ്ട് ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെയാണ്, ഈ വെള്ളം ഈ രീതിയിൽ ഉയരുകയാണെങ്കിൽ സ്വാഭാവികമായും സാഹചര്യം കൂടുതൽ രൂക്ഷമാകും. അങ്ങനെയെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകന്മാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രാജീവ്, തീർച്ചയായും ഗൗതം, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് വെള്ളത്തിൻ്റെ അളവ് ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളെ അത് ബാധിക്കും, കൂടുതൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. കാരണം വെള്ളത്തിൻ്റെ അളവ് ഏതായാലും കൂടുകയാണ്. ഇനി ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വരുന്ന 4 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമാണ്. ആ രീതിയിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് വീണ്ടും ഉയരും. അങ്ങനെയെങ്കിൽ ഈ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഈ മേഖലയെ കൂടുതൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2018 സമാനമായ പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാജീവ്, അത്തരത്തിലുള്ളൊരു ആശങ്ക തന്നെയാണ് ജനങ്ങളും പ്രദേശവാസികളും പങ്കുവെക്കുന്നത് അല്ലേ? അല്പസമയം മുമ്പ് പ്രതികരിച്ച ആ ഒരു വീട്ടമ്മ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യമില്ല, വാഹനങ്ങൾ ഇറക്കാൻ പറ്റുന്നില്ല, മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടാകുന്നില്ല. ഒപ്പം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം, അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവം, അതൊക്കെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതേസമയം രാജീവ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ഭാഗത്തും തുടരുന്ന അലംഭാവം ഇങ്ങനെ പോയാൽ എങ്ങനെയാകും എന്നുള്ള അവസ്ഥ സ്വാഭാവികമായും ആ ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ സേവാഭാരതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, വരും മണിക്കൂറുകളിൽ വെള്ളം ഉയരുന്നു, വരും ദിവസങ്ങളിലും മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയ ഇപ്പോഴും വീടുകളിൽ കഴിയുന്നവരെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക. പലരും വീട് വിട്ടു പോകാൻ മടി കാണിക്കുന്നവരുണ്ടാകും. അവരെ ജീവന്റെ വില മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക. അത് തന്നെയാണ് രക്ഷാപ്രവർത്തകർ അടുത്ത ദൗത്യമായി കാണുന്നത് അല്ലേ? തീർച്ചയായും സുരേഷ്, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് കൂടുതൽ ബോട്ടുകൾ കൊല്ലത്ത് നിന്ന് ഇവിടേക്ക് എത്തിക്കുക, ബോട്ടുകളിൽ മാത്രമേ ചില മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രളയജലമുണ്ട്, പല വീടുകളും പകുതിയോളം മുങ്ങിയ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ ബോട്ടുകൾ ഉപയോഗിച്ച് മാത്രമേ കഴിയൂ. കാരണം നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിൽക്കുക പോലും ദുഷ്കരമാണ്. കാരണം നമ്മുടെ മുട്ടിന് മുകളിലേക്ക് വരെ ജലം എത്തിയിരിക്കുന്നു, കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് നേരെ പോകുമ്പോഴേക്കും ആഴം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്, കൂടുതൽ വീടുകൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടേക്ക് എത്തുക, ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ ഇപ്പോൾ നടന്നു വരികയാണ്. കൊല്ലത്ത് നിന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. പലരും വീടുകൾ വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല, പക്ഷേ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം 2018 ഇവർക്ക് മുന്നിലുണ്ട്. 2018 പൂർണ്ണമായി മുങ്ങിയ ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, അതായത് ഇന്ന് രാത്രി കൂടി വലിയ രീതിയിലുള്ള മഴ പെയ്യുകയാണെങ്കിൽ ജലനിരപ്പ് ഇനിയും ഉയരും. ഇപ്പോൾ തന്നെ ജലനിരപ്പ് ഓരോ മണിക്കൂറിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ജലനിരപ്പ് ഇനിയും ഉയരും. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ വീടുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയും, ഓരോ കുടുംബങ്ങളും അവിടെ നിന്ന് ഉള്ളതെല്ലാം കയ്യിൽ കരുതി അവിടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഈ ജലം കുറയും എന്ന് കരുതി വീടുകളിൽ കഴിഞ്ഞവരാണ്, പക്ഷേ ജലനിരപ്പ് കുറയുകയല്ല, ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയവർക്ക് ഭക്ഷണവുമായി പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉള്ള
ഉള്ളതെല്ലാം കയ്യിലെടുത്ത് കുടുംബത്തോടൊപ്പം ഈ ഏതെങ്കിലും അഭയകേന്ദ്രത്തിലേക്ക് പോകുന്ന ആളുകൾ അവരെയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ജലനിരപ്പ് മഴ മാറി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കുറയുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. ജലനിരപ്പ് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കുത്തൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് പോലും ഇവിടെ ഇപ്പോൾ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിൽ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായി ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകരാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരെ ഇവിടെ നിന്ന് എത്രയും വേഗം ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ മഴ ഇനിയും ശക്തമാകും. അതേതായാലും ഈ പ്രദേശത്തിന് സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ രീതിയിൽ ഈ പ്രദേശത്തേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സുരേഷ്, ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാവുകയാണ്. ഓരോ നിമിഷവും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ മടിക്കുകയാണ്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കി സുരക്ഷിതമായ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. ജനങ്ങൾ പരാതിപ്പെടുന്നത് പോലെ തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. അവരുടെ ആ ഒരു നിസ്സംഗത തുടരുകയാണ്. സാധാരണക്കാരുടെ ജീവിതം സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ കൈകളിലാണ്. അവർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള സ്ഥിതിവിശേഷം. ആ രാജീവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.